ഷലോം, ഞാൻ റീന ഫ്രാൻസിസ് എറുഷലേമിൽ നിന്നും. പ്രിയ സഹോദരങ്ങൾ, എരുഷലേമല്ല, ടെല്ലവീവ് എന്ന് വേണം പറയാനായിട്ട്. ഞാനിപ്പോൾ ഉള്ളത് ടെല്ലവിയിലാണ്. നമ്മുടെ സുടുക്കുഞ്ഞുങ്ങളുടെയൊക്കെ കണ്ണുനീര് ഒന്ന് ഒപ്പാമെന്ന് കരുതി ഞാൻ വന്നതാണ് ടെല്ലവിയിലോട്ട്. എന്തായാലും ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം എന്തായാലും നമ്മുടെ മാധ്യമങ്ങൾ, ഇന്ത്യയിലുള്ള കേരളത്തിലുള്ള മാധ്യമങ്ങൾ സത്യം നിങ്ങളോട് പറഞ്ഞു തരാറില്ല. എപ്പോഴും അവർ കള്ളത്തരങ്ങൾ പറയുകയും ഇസ്രായേലിനെ എങ്ങനെയെങ്കിലും അപമാനിക്കുകയും ഇസ്രായേലിനെതിരായി വാർത്തകൾ ചമയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു മാധ്യമങ്ങൾ ഉള്ളിടത്തോളം കാലം നിങ്ങൾക്ക് സത്യങ്ങൾ മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ലൈവായിട്ട് തന്നെ നിങ്ങൾക്ക് കാഴ്ചകൾ കാണിച്ചു തരാൻ വേണ്ടി ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇസ്രായേലിലെ കെട്ടിടങ്ങൾ തകർന്ന് താളടിയായി ഇവിടെ മൊത്തവും നശിച്ച് നാറാണക്കല്ലെടുത്തിരിക്കുകയാണ്. പിന്നെ ഇസ്രായേൽ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി അവർ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങളെല്ലാം എന്താണെന്നുള്ളതിൻ്റെ സത്യാവസ്ഥ നിങ്ങൾ അറിയണമല്ലോ. അതുകൊണ്ട് ഇസ്രായേൽ എന്താ നടക്കുന്നതെന്നുള്ള കാഴ്ചകൾ ഞാൻ കാണിക്കാം നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ. ഇതാണ് കഴിഞ്ഞ ദിവസം ആദ്യമായിട്ട് ഇസ്രായേലിൽ മിസൈൽ വീണപ്പോൾ തകർന്ന ബിൽഡിംഗ് എന്ന് പറയുന്നത്. ഇത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ബിൽഡിങ് ഗവൺമെൻറ് സഹായത്തോടു കൂടി അവർ എന്താ പറയുന്നത് പൊളിച്ചുകൊണ്ടിരിക്കുക. ഈ കാണുന്ന അവിടെ കിടക്കുന്ന ആ ബിൽഡിങ്ങും ഈ ബിൽഡിങ്ങും ഇതിൻ്റെ അപ്പുറത്തുള്ള വീടുകളുടെ എല്ലാം ഗ്ലാസുകളെല്ലാം പൊട്ടിയിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ കാഴ്ച. അതായത് ഇസ്രായേലിലെ തകർന്നു പോയ ഭാഗങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് ഈ മുഴുവൻ ടെല്ലവീവും കത്തി നശിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവന്മാർ വാർത്തകൾ ഇടുമ്പോഴും നിങ്ങൾ കാണണം, ഈ കെട്ടിടങ്ങളാണ് എന്ത് ചെയ്തത്. കഴിഞ്ഞ ദിവസം, അതായത് ആദ്യമായിട്ട് ബോംബ് വീഴുന്ന സമയത്ത് ടെല്ലവീവിൽ വീണ ബോംബിൽ തകർന്നടിഞ്ഞ കെട്ടിടം എന്ന് പറയുന്നത് ഈ കാണുന്ന കെട്ടിടമാണ്. നിങ്ങൾക്ക് താഴെ കിടക്കുന്ന നാമാവശിഷ്ടങ്ങൾ കാണാം. അത് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ ഇതിൻ്റെ പണി തുടങ്ങും. അതായത് ഈ കെട്ടിടങ്ങൾ വീണ്ടും ഇത് ഞാൻ കഴിഞ്ഞ അടുത്ത ദിവസം ലൈവിൽ വന്ന് ഇതിൻ്റെ കെട്ടിടത്തിൻ്റെ പണി പൂർത്തിയാകുന്ന സമയത്ത് വീണ്ടും ഞാൻ ലൈവ് ഇടുന്നതായിരിക്കും. മനസ്സിലായോ? ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ 2-3 കെട്ടിടങ്ങൾ പൊളിഞ്ഞു പോയതിലോ ഒന്നുമല്ല അവരുടെ വിഷയം. അവരുടെ ജീവനെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ജനങ്ങളുടെ ജീവന് കൂടുതൽ പ്രയോജനം കൊടുക്കുക എന്നുള്ളതാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാണുന്ന കെട്ടിടം തകർന്നു വീണതിനെയാണ് ഇവന്മാർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടുകൂടി ഇസ്രായേലിലെ മൊത്ത കെട്ടിടങ്ങളും തകർന്ന് താളടിയായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവന്മാരെന്ത് ചെയ്തിരിക്കുന്നത്, കള്ള വാർത്തകൾ പ്രചരിപ്പിക്കുന്നത്. കണ്ടല്ലോ, ഞാൻ സൈറ്റിൽ നിന്നാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണിച്ചു തന്ന സൈറ്റൊക്കെ ഇത് തന്നെയായിരുന്നോ പ്രിയ സഹോദരങ്ങളെ? എന്തെല്ലാം വൃത്തികേടുകൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി ഇവന്മാർ കാണിച്ചുകൊണ്ടിരുന്നത് ഇത്രയും ദിവസങ്ങളിൽ നിങ്ങൾക്ക് കാണിച്ചു തന്ന്. ഇസ്രായേലിലെ നാമാവിശേഷമായ കെട്ടിടങ്ങൾ ആനയാണ്, പൂനയാണ്, മറ്റയാണ്, മറിച്ചയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ കാണുന്ന കെട്ടിടങ്ങളെ ഇസ്രായേൽ ആ ബാലസ്റ്റിക്കും അവൻ്റെ കോണാത്തിലെ മിസൈൽ വന്നപ്പോഴത്തേക്കും അവന് നിലത്ത് വീണ് തകർക്കാൻ പറ്റിയത് ആകെ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. മനസ്സിലായിക്കൊള്ളണം. പക്ഷേ ഇവിടെ കെട്ടിടങ്ങൾ വീണ് തകർന്നു എന്നുള്ള ഒറ്റ കാരണത്താൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം എന്ത് ചെയ്യത്തില്ല, ഒരു കാലത്ത് നശിച്ചു പോകത്തില്ല. അവരവരുടെ രാജ്യത്തിൽ സമ്പത്ത് കൊണ്ട് അവർ വീണ്ടും എന്ത് ചെയ്യും, ഈ കെട്ടിടങ്ങൾ നല്ല ഭംഗിയായിട്ട് പണിത് കൊടുക്കും. കാരണം ഇവിടെ നിങ്ങൾ കാണാം, ഈ കെട്ടിടങ്ങളൊക്കെ കാണാം, ഒത്തിരി പഴക്കം ചെന്ന കെട്ടിടങ്ങളാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ നിലനിൽപ്പൊക്കെ എന്തുവാ, ലെക്കാൻ സലീം എന്താണ് അതിൻ്റെ ഉമ്മയുടെ കൊതത്തിനകത്തോട്ടാണ് മിസൈൽ വീണത്. ഇത്രമാത്രം കിണിക്കാനായിട്ട് കൊതം കയറി ഉമ്മ ഓടിക്കൊണ്ടിരിക്കുവാണോ? അതുകൊണ്ടാണോ നീ ഇങ്ങനെ ചിരിക്കുന്നേ? എടാ, ചിരിക്കേണ്ടത് ഞങ്ങളാ. നിന്റെ കോണാത്തിലെ മിസൈൽ ഇറാൻ വിട്ടപ്പോഴത്തേക്ക് ഇപ്പത്തീരും എന്നൊക്കെ നീയൊക്കെ വിചാരിച്ചിട്ട് പോലും എന്തോന്ന് തീർക്കാൻ നിന്നെ കൊണ്ടൊക്കെ പറ്റി. ആകെ കൂടി എന്തുവാ നടന്ന അപകടങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഈ കാണുന്നതൊക്കെ ഉള്ളൂ. ഇതൊക്കെ കണ്ടിട്ടാണ് അവന്മാരെന്ത് ചെയ്യുന്നത്, നാട് മുഴുവനും പറഞ്ഞു പരത്തുന്നത് എന്തുവാ, യോ ഇസ്രായേൽ തീർന്നു, തകർന്നു. KM മുനീറെ, കിണിക്കാൻ മാത്രം നിന്റെ മോളുടെ കുണ്ടിക്കൊക്കെ തല്ലോ മിസൈൽ കയറിയിട്ട് എന്ത് ചെയ്തത്, ഓടി നടക്കുന്നത്. സുഡാപ്പികളുടെ കരച്ചിൽ എന്തുവായിരുന്നു? ഇവിടെ മൊത്തവും തകർന്ന്, ഇവിടെ മൊത്തവും താളടിയായി, ഇവിടെ മൊത്തവും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടു കൂടി സകല കെട്ടിടങ്ങളും തകർന്ന് ഇസ്രായേൽ മൊത്തവും കരിഞ്ഞ് തരിപ്പണമായി കിടക്കുന്നു എന്നുള്ള കുണാപ്പിലെ വാർത്തയായി കൂതറകൾ കാണിച്ചു കൊടുത്തത്. ആകെ വീണത് ഒരു കെട്ടിടത്തിന് മണ്ടയ്ക്കകത്തോട്ട് വീണതിൻ്റെയാണ് ഈ കൊണസുഡാക്കൾ മുഴുവനും വ്യാജത്തരം പറഞ്ഞ് പടച്ചു വിട്ടത്. ഇസ്രായേൽ മുഴുവനിൽ നിന്ന് കത്തുന്നു, ഇസ്രായേൽ മൊത്തവും എരിയുന്നു, ഇസ്രായേൽ മൊത്തവും തീർന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നത്? ഈ കാണുന്ന ഒരു ബിൽഡിങ് തകർന്ന് താളടിയായി പോയതിനാ. അവർ കോണാത്തില് ബോംബ് അവിടെ നിന്ന് കയറി വന്നിട്ട് വീണപ്പം ആകെ കൂടി വീണ സ്ഥലം കൊള്ളാം.
സകല ഗാസയുടെയും കൂടെ ഫോട്ടോകൾ കൊണ്ടിട്ടിട്ടാ ഇവന്മാരെന്ത് ചെയ്യുന്നത്? ഇസ്രായേല് കത്തുന്നു കൊണ പറയുന്നത് മനസ്സിലായോ? ടിൻസി ജോജോ ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണ് അതിരം സംസാരിക്കുന്നത്. അതെ, അതുകൊണ്ടാണ് നിന്റെ കൊതത്തി വന്നിട്ട് തുലിക്കന്മാരെല്ലാം കൂടി വെടിവെക്കുന്നത്. നീ ഹൃദയത്തിന്റെ നിറവിൽ നിന്നുകൊണ്ട് കൊതം കൊടുത്ത് അതരം വഴിക്ക് ഒഴുക്കത്തില്ല, നീ കൊതം വഴിക്ക് ഒഴുക്കി കൊടുക്കും. ടിൻസി ജോജോ മനസ്സിലായോ? സഹോദരങ്ങളെ, ടിൻസി ജോജോ ഹൃദയത്തിന്റെ നിറവിൽ നിന്നും കൊതം വഴിക്കാ ഒഴുക്കി കൊടുക്കുന്നത്. അതുകൊണ്ട് തുലിക്കന്മാർ വന്ന് ചോദിക്കുമ്പോഴെല്ലാം ഇവിടെ കൊതം കൊടുത്തോണ്ടിരിക്കുന്നത് അവരുടെ പരിപാടി എന്ന് പറയുന്നത്. പോടി കൊതമതിന്റെ ആൾക്കാരുടെ കൂടെ കിടന്ന് വേലത്തരം കാണിക്കാതെ. മനസ്സിലായോ? എന്റെ പ്രിയ സഹോദരങ്ങളെ, ഈ കെട്ടിടം ഇവിടെ ബാലിസ്റ്റിക് മിസൈൽ പതിച്ചിട്ട് ആകെ കൂടി തകർന്നത് ഈ കെട്ടിടങ്ങളാണ്. അതിനാണ് ഇവന്മാർ മുഴുവനും ഇസ്രായേൽ മുഴുവനും കത്തിക്കരിയുന്നു. ആനയാണ് പൂനെയാണ്, ആനയാണ് പൂനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവന്മാർ പ്രചരിപ്പിക്കുന്ന മുഴുവനും വ്യാജ പ്രചരണങ്ങൾ. അല്ലെങ്കിലും പണ്ടേ നമുക്ക് എന്ത് ചെയ്യുക, നമുക്കൊരു ഹരമാണല്ലോ. വ്യാജ പ്രചരണങ്ങൾ പണ്ടേ നമുക്കൊരു ഹരമാണല്ലോ സഹോദരങ്ങളെ. നമുക്ക് വ്യാജ പ്രചരണങ്ങൾ പ്രചരിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ ഉറക്കം വരത്തില്ല. മാധ്യമങ്ങൾ അതിനനുസരിച്ച് ഒത്താശ ചെയ്തു കൊടുക്കും. മനസ്സിലായോ? മാധ്യമങ്ങൾ അതിനനുസരിച്ച് ഒത്താശ ചെയ്തു കൊടുക്കും. ഇത് പൊളിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പുതിയ കെട്ടിടങ്ങൾ പണിയുന്നതിന് വേണ്ടിയിട്ടാണ് അത് പൊളിക്കുന്നത്. ഇവിടുത്തെ അവശിഷ്ടങ്ങളെ മാറ്റിക്കൊണ്ട് അപ്പം തന്നെ പുതിയ കെട്ടിടങ്ങളെ പൊളിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇസ്രായേൽ എപ്പോഴും തങ്ങളുടെ രാജ്യത്തിന്റെ സുരക്ഷയെ, തങ്ങളുടെ ജനത്തിന്റെ സുരക്ഷയെ നോക്കുന്നവർ, അവരുടെ ജീവന് സംരക്ഷണം കൊടുക്കുന്നതായി ഇസ്രായേൽ എന്ന് പറയുന്നത്. മനസ്സിലായോ? മാധ്യമങ്ങളുടെ കരച്ചില് കാണണം. സകല കെട്ടിടങ്ങളും തകർന്നതോ താളടിയായി കിടക്കുന്നു. ടെലവീവ് മുഴുവനും കത്തുന്നു. അയ്യോ, ടെലവീവ് അങ്ങ് കത്തുവല്ലേ നിന്ന്. പിന്നെ കോണാത്തിലെ മാധ്യമങ്ങളാണ് നിന്ന് കത്തിക്കുന്നത്, പെട്രോളും മണ്ണെണ്ണ എടുത്തോണ്ട് വന്നിട്ട്. പലസ്തീൻ കത്തി ഗാസ ചീഞ്ഞടിഞ്ഞ് കിടക്കുന്ന വീഡിയോകൾ എടുത്തോണ്ട് വന്നിട്ട് പ്രചരിപ്പിച്ചിട്ട് എന്ത് ചെയ്യുന്നത്? ഇസ്രായേലിൽ നിന്ന് കത്തുന്നു, ഇസ്രായേലിലെ കെട്ടിടങ്ങളെല്ലാം തകർന്നു, താളടിയായി കിടക്കുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോട് എന്തൊക്കെ വൃത്തികേടുകളാണ് കാട്ടിക്കൂട്ടുന്നത് മുഴുവനും. അതിന് ഒത്താശ ചെയ്യുന്ന നാട്ടിലെ കുറെ മാധ്യമങ്ങളും കൂടിയുണ്ട്. ഇതാണ് ആ സൈറ്റ് എന്ന് പറയുന്നത്. ആ സൈറ്റിൽ നിൽക്കുന്ന കെട്ടിടങ്ങളാണ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ആ സൈറ്റിൽ കാണുന്ന കെട്ടിടങ്ങളല്ല. അവരെല്ലാം അവിടെ നിൽക്കുകയല്ലേ. അവന്റെ കോന മിസൈൽ വന്ന് വീണ ഒരു സ്ഥലം ഇത് മാത്രമേ ഉള്ളൂ. അവന്റെ കോന മിസൈല് വന്ന ഒരു സ്ഥലം ഇത് മാത്രമേ ഉള്ളൂ. അത് തകർന്നിട്ടുണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യാൻ പറ്റും? മീഡിയ ഫണ്ട് പറയും ഇസ്രായേൽ തീർന്നു, ഇസ്രായേൽ ഒലക്കേണ്ട മൂഡ്. കാരണം ഇവന്മാർക്ക് മാധ്യമങ്ങൾക്ക് കുറെ സുഡാപ്പികളെ നാട്ടിലുള്ളവന്മാരെ അങ്ങ് ചിരിപ്പിക്കണം, സന്തോഷിപ്പിക്കണം, അത്രേ ഉള്ളൂ. തുലിക്കം മാധ്യമങ്ങൾക്ക് അറിയുന്നില്ലല്ലോ. തുലിക്കന്മാരിങ്ങനെ ഗണിക്കുമ്പോ അറിയുന്നില്ലല്ലോ കരയുന്നതിന് വേണ്ടിയിട്ട് ഗണിക്കുന്ന ഗിണിയാണെന്ന് പറഞ്ഞിട്ട്. സൂസൻ അച്ചൻകുഞ്ഞ്, എന്താ സൂസനെ, നിന്റെ കുണ്ടിയിലോട്ടാണോ ഇറാന്റെ മിസൈൽ കയറിയത്? സൗരങ്ങളെ, സൂസൻ അച്ചൻകുഞ്ഞിന്റെ കുണ്ടിയിലോട്ടാണ് ഇസ്രായേലിന്റെ മിസൈൽ കയറിയതെന്ന്. അത് നീ സുഡാപ്പികൾക്ക് കൊതം കൊടുക്കാൻ പോയതുകൊണ്ടാ നിന്റെ കുണ്ടിയിലോട്ട് ഇറാന്റെ മിസൈൽ കയറിയത്. അതിനിപ്പോ എന്നോട് പറഞ്ഞ് കരഞ്ഞിട്ട് കാര്യമുണ്ടോ സൂസൻ അച്ഛൻ കുഞ്ഞെ? നീ അച്ഛന്റെ കുഞ്ഞോ അമ്മയുടെ കുഞ്ഞോ ആയിക്കോ. പക്ഷെ സുഡാപ്പികൾക്ക് കൊതം കൊടുക്കുന്ന ക്രിസ്ത്യാനി എന്നോട് വന്ന് കരഞ്ഞാലുണ്ടല്ലോ, ബാക്കിയുള്ള മിസൈൽ അടിച്ച് നിന്റെയൊക്കെ കുണ്ടിക്കകത്തോട്ട് ഞാൻ കയറ്റും. അതും കൂടി ഞാൻ പറഞ്ഞേക്കാം. എന്നോടൊന്നും നല്ല രീതിയിലൊന്നും സംസാരിച്ച് നീ ഒന്നും പഠിച്ചിട്ടില്ല. നല്ല രീതിയിലാണെങ്കിൽ റീനയും നല്ല രീതിയിലാ. അല്ല, റീനയോട് തെമ്മാടിത്തരം പറയാനാ നിന്റെയൊക്കെ ഉദ്ദേശമെങ്കിൽ നിന്റെ തെമ്മാടിത്തരം കേട്ടിരിക്കാനുള്ളവളല്ല റീന. കാലേവാരി അടിക്കും കഴുതകളെ. കോണാത്തിലെ വർത്തമാനം പറഞ്ഞ് എന്നോട് വന്നു കഴിഞ്ഞാൽ നീയൊക്കെ ആരാടി എന്നോടൊക്കെ സംസാരിക്കാനായിട്ട്? അത്രയ്ക്ക് എത്ര വളർന്നിട്ടുണ്ടോ എന്നോട് സംസാരിക്കാൻ മാത്രം? എന്നെ ഉപദേശിക്കാനൊന്നും ഇവിടെ നിങ്ങളാരും വളർന്നിട്ടുമില്ല, എന്നോട് സംസാരിക്കാൻ നിങ്ങളാരും വളർന്നിട്ടുമില്ല. പറഞ്ഞ മനസ്സിലായോ? റീനയോട് നല്ലതാണെങ്കിൽ റീനയും തിരിച്ച് നല്ലതാ. റീനയോട് തെമ്മാടിത്തരമാണെങ്കിൽ തിരിച്ച് റീന തെമ്മാടിത്തരം കാണിച്ചു തരും. ഞാൻ വക്രനോട് വക്രനാ, നല്ലവനുക്ക് നല്ലവനുമാ. അഷറഫ് അച്ചുവേ, പോയി നിന്റെ സ്വന്തം പ്രൊഫൈലിൽ ഇട്ടിട്ടുവാ. ഹോസ്പിറ്റലിലൊന്നും ഒരു പ്രശ്നവുമില്ല. ഹബീബ് തൊപ്പിൽ, ഉമ്മാന്റെ പേര് പൂറിയാണെന്ന് എല്ലാവർക്കും ആ പൂറി ഉമ്മയുടെ ഒരു ഹായ് അങ്ങ് പറയാൻ പറഞ്ഞു. ഹബീബ് തൊപ്പില്
957 പേര് ഇപ്പം ലൈവിലുണ്ട്. എല്ലാവർക്കും ഹബീബി ഉമ്മയുടെ പേര് പൂറിയാണെന്നുള്ളത് മനസ്സിലായി. അതുകൊണ്ട് ഇവിടെ വന്നിട്ട് ഉമ്മമാരുടെ പേരും ആയിഷ ഉമ്മാൻ്റെതും ആമിന ഉമ്മാൻ്റെ ഒക്കെ പേര് വിളിക്കാൻ താല്പര്യമുള്ളവർ വിളിച്ചോളൂ. ഞാൻ എല്ലാവരുടെ മുമ്പിലും പ്രദർശനം ചെയ്ത പേരുകൾ പരസ്യപ്പെടുത്തുന്നതായിരിക്കും. ബ്രെഡ് ആൻഡ് മാൻ സ്വന്തം പ്രൊഫൈലിൽ വന്ന് കമന്റ് ഇടൂ. മനസ്സിലായോ? സ്വന്തം പ്രൊഫൈലിൽ കമന്റ്. അപ്പൊ കണ്ടല്ലോ, ഇതാണ് ഇസ്രായേലില് അവന്മാരിട്ട ബോംബിനകത്ത് ആകെ കൂടി തകർന്ന കെട്ടിടം എന്ന് പറയുന്നത്. ഇതിനെയാണ് എടുത്തു വെച്ചുകൊണ്ട് ഇസ്രായേൽ മുഴുവനും ടെല്ലവീവിൽ നിന്ന് കത്തുന്നു, ടെല്ലവീവിൽ നിന്ന് മറിക്കുന്നു, ടെല്ലവീവ് അങ്ങ് തീരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് ഇട്ട് തള്ളി മറിക്കുന്നത്. മനസ്സിലായോ? അതുകൊണ്ട് മാധ്യമങ്ങളെ കണ്ണു തുറന്ന് കണ്ടോളൂ. കത്തുന്ന ടെല്ലവീവിനെ ഞാൻ ലൈവായി നിങ്ങൾക്ക് കാണിക്കുകയാണ്. ഇനിയെങ്കിലും നിങ്ങളുടെ കരച്ചിലൊന്നും അടങ്ങുമോ? അയ്യോ, ഇപ്പോഴാ ടെല്ലവീവിനകത്ത് തീ വീഴുന്നവർ കാത്തിരിക്കുക മാധ്യമങ്ങൾ. നടക്കുന്നില്ല. ഇസ്രായേലിന്റെ അയൺ ഡോം പ്രതിരോധം തീർത്തോ? എടാ, ഈ 200, 300, 1000 ഡ്രോണുകളും 500 ബാലിസ്റ്റിക് മിസൈലുകളൊക്കെ വിടുന്ന സമയത്തും അത്രയും പ്രതിരോധിക്കാൻ കഴിവുള്ളത് കൊണ്ടാ അത്രയും ഇസ്രായേൽ പ്രതിരോധിക്കുന്നത്. അതിനകത്ത് 1-2 നിലത്ത് വീഴുന്നുണ്ടെങ്കിൽ അത്രത്തോളം ഇസ്രായേലിന്റെ പവർ കപ്പാസിറ്റി കൂടുതലായതുകൊണ്ടാണ് അവിടുത്തെ രാജ്യം നിലനിന്ന് പോകുന്നത്. പക്ഷേ ഈ തൂറാൻ എന്ന് പറയുന്ന ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ അവസ്ഥ അങ്ങനെ അല്ലല്ലോ. ഇറാന്റെ മേളിൽ കയറി ഇസ്രായേൽ താണ്ഡവ നൃത്തം നടത്തുകയാ. മനസ്സിലായോ പ്രിയ സഹോദരങ്ങളെ? ഇറാന്റെ അവസ്ഥ അതല്ലല്ലോ. അപ്പൊ ഇതാണ് ഇസ്രായേൽ. ഈ രാജ്യത്തെ പ്രൊട്ടക്ട് ചെയ്യുന്ന, ഈ രാജ്യത്തെ സംരക്ഷിക്കുന്ന അയൺ ഡോമിന്റെ സംവിധാനമാണ് ഇതിന്റെ തൊട്ടടുത്ത് കാണുന്ന കെട്ടിടങ്ങളെല്ലാം തന്നെ. ഈ സ്ഥലത്തെ ലക്ഷ്യം വെച്ച് വന്ന 10-200 മിസൈലുകൾ അതിനകത്ത് വീണത് 1 മാത്രമാണ്. ബാക്കി 200 മിസൈലുകളിൽ 199 എണ്ണത്തെയും ഇസ്രായേൽ തകർത്തിട്ടുണ്ടെങ്കിൽ അത് ഇസ്രായേലിന്റെ അയൺ ഡോമിന്റെ ശക്തമായ പ്രതിരോധ സംവിധാനം തന്നെയാണ്. അല്ലാതെ തുലുക്കം മാധ്യമങ്ങൾ കൊട പറയുന്നത് കണക്കല്ല ഇസ്രായേലിന്റെ അവസ്ഥയെന്ന് പറയുന്നത്. മനസ്സിലായോ? അവന്മാർ അവിടുന്ന് അടിച്ചുവിടുന്നതും പടച്ചുവിടുന്നതുമായ പൊട്ടക്കഥകളൊന്നുമല്ല ഇസ്രായേലിന്റെ അവസ്ഥയെന്ന് പറയുന്നത്. ഇസ്രായേലിന്റെ അവസ്ഥയും ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങളും വളരെ ശക്തമായി ഇന്നും പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇവിടുത്തെ കെട്ടിടങ്ങളെല്ലാം തന്നെ ഇപ്പോഴും സുരക്ഷിതമായി, ഇവിടുത്തെ ജനങ്ങളെല്ലാം സന്തോഷത്തോടും സുരക്ഷിതമായും അവര് ഇത്രയൊക്കെ യുദ്ധം ഇറാൻ അങ്ങ് തീർത്തുകളയും, ടെല്ലവീവിനെ തീർത്തുകളയും എന്നൊക്കെ പറഞ്ഞ് കൊണ അടിച്ചുകൊണ്ട് അവന്മാര് തള്ളിമറിക്കുമ്പോഴും അതിനെ ഭയങ്കര കാര്യമായിട്ട് ഇസ്രായേലിന് എതിരെ ശക്തമായ ആക്രമണം അഴിച്ചുവിടുമെന്ന് ഇറാൻ പറഞ്ഞിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് തുലുക്കന്മാര് തള്ളിമറിക്കുമ്പോഴും മാധ്യമങ്ങൾ തള്ളുമ്പോഴും ഇവിടെ ഇസ്രായേലിലുള്ളവരെല്ലാം ഞങ്ങള് ടെല്ലവീവിൽ നടക്കുന്നു, യെരുശലേമിൽ നടക്കുന്നു, ഞങ്ങൾ അവിടേക്ക് പോകുന്നു, ഇവിടേക്ക് പോകുന്നു, വണ്ടി വാഹനങ്ങളിലൂടെ പോകുന്നു, ഞങ്ങൾ റോട്ടിലിറങ്ങി നിൽക്കുന്നു, ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കുന്നു, ഇവിടെയുള്ളവർ ജോലികൾ ചെയ്യുന്നു, അവരവരുടെ കാര്യങ്ങൾ നോക്കുന്നു. ഇങ്ങനെ ഇവിടെ ഉള്ളവരെല്ലാം സമാധാനത്തോടും സുരക്ഷിതമായിട്ടൊക്കെ ഇവിടെ ജീവിക്കുന്നു. മാധ്യമങ്ങൾക്ക് മാത്രമേ കരച്ചിലുള്ളൂ. ഇസ്രായേലിൽ നിന്ന് കത്തുന്നു, ടെല്ലവീവിൽ നിന്ന് കത്തുന്നു, പിന്നെ ജാഗ്രത പാലിക്കണമെന്ന് അവിടെ പ്രത്യേകം നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇവിടെ പ്രത്യേക നിർദ്ദേശമൊന്നും ഒരു മനുഷ്യർക്കും കൊടുത്തിട്ടില്ല. ഇവിടെ ഇറാന്റെ ഒരു ചെറിയ മിസൈൽ വന്നാൽ പോലും ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനമായ സൈറൻ എന്ത് ചെയ്യും? അത് മുഴങ്ങും. പിന്നെ മാധ്യമങ്ങളുടെ കൂടെ കരയാൻ പറ്റുമോ? മാധ്യമങ്ങൾ കരയുന്നത് പോലെ ഇസ്രായേലിൽ സൈറൻ മുഴങ്ങുന്നുണ്ടെങ്കിൽ സൈറൻ മുഴങ്ങണമല്ലോ. ഒരു ചെറിയ മിസൈല് ഹമാസുകൾ വിട്ടാൽ പോലും ഇസ്രായേലിലെ സൈറൻ മുഴങ്ങും. അതങ്ങനെയാണ്. സംഘടന ജനത്തിനൊരു സുരക്ഷ മുന്നറിയിപ്പും ഉറപ്പാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാ അത് മുഴങ്ങുന്നത് തന്നെ. അതിനു വേണ്ടിയിട്ടാ മുഴങ്ങുന്നത്. മനസ്സിലായോ? അപ്പൊ ഇവിടെ സൈറനുകൾ മുഴങ്ങുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സൈറനുകൾ ജനതയ്ക്ക് ഒരു മുന്നറിയിപ്പ് കൊടുക്കുക. ജീവന് ഇവിടുത്തെ ജനങ്ങൾക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടുത്തെ സൈറനുകൾ മുഴങ്ങുന്നത്. അപ്പോൾ ഇസ്രായേലിലുടനീളം സൈറനുകൾ മുഴങ്ങുന്നു എന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ടെങ്കിൽ സൈറനുകൾ മുഴങ്ങും. അതൊരു ചെറിയ മിസൈൽ വന്നാലും മുഴങ്ങും. അതാണ് ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനം എന്ന് പറയുന്നത്. അല്ലാതെ അന്ന മിസൈൽ വന്ന് നിന്റെയൊക്കെ ഈ മാധ്യമങ്ങളുടെ കൊതത്തിനകത്തോട്ട് കയറിക്കൊണ്ട് പോകട്ടെ എന്ന് പറഞ്ഞിട്ട് ഇസ്രായേലിലെ ജനത്തിനെ മിണ്ടാതിരിക്കാൻ പറ്റുമോ? സൈറൻ ഇടാതിരിക്കാൻ പറ്റുമോ? ഞാൻ അറിയാണ്ട് ചോദിക്കുവാ. സൈറൻ കൊടുക്കാതിരിക്കാൻ പറ്റുമോ? ഇവിടെ സൈറൻ മുഴങ്ങുന്നതാ ഭയങ്കര കഷ്ടം. എന്നാലും കരച്ചിലിനൊരു കുറവുമില്ലല്ലോ ഈ മാധ്യമങ്ങൾക്ക് എന്നുള്ളതാ എന്റെ ഇത്. അനസ് കൊതം ലത്തീഫേ, എടാ കൊതം ലത്തീഫേ, നിന്റെ ഉമ്മ പറവടിച്ച ഉമ്മേനെ കുറിച്ച് ഇന്നലെ ഞാൻ നിനക്ക് തന്നതാ. കൊതം ലത്തീഫേ, അനസ് ലത്തീഫ് എന്ന് പേര്. അവന്റെ പേര് തന്നെ കൊതം ലത്തീഫ് എന്നാ.
അനസ് എന്ന് പേരിട്ടിരിക്കുന്നവന്മാരെല്ലാം സൂക്ഷിക്കുക. മനസ്സിലായോ? കൊതംകൊടുപ്പുകാരന്മാരെല്ലാം സൂക്ഷിക്കുക. ഉമ്മമാരെ കൊണ്ടുവന്ന് കച്ചവടം ചെയ്യണമെന്ന് ഭയങ്കര നിർബന്ധമുള്ളവരൊക്കെ വരിവരിയായി കൊണ്ട് നിർത്തി കച്ചവടം ചെയ്തോളൂ. ഒരു പ്രശ്നവും എനിക്കില്ല ഇതിനകത്ത്. പറഞ്ഞാൽ മനസ്സിലായോ? മനസ്സിലായോ? അതുകൊണ്ട് ഇസ്രായേലിനെ എന്ന് പറയുന്ന രാജ്യത്തെ തോൽപ്പിക്കണമെങ്കിൽ നിന്റെ തള്ളാഹവും വളർന്നിട്ടില്ല, ഒരു രാജ്യങ്ങളും വളർന്നിട്ടില്ല. ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനമാകട്ടെ, ഇസ്രായേലാകട്ടെ, ഇസ്രായേൽ എന്ന് പറയുന്ന ശക്തിയാകട്ടെ, ഇതിനെയൊന്നും തോൽപ്പിക്കാൻ ചന്തുവിനെ തോൽപ്പിക്കാനാകും, പക്ഷെ ഇസ്രായേലിനെ തോൽപ്പിക്കാനാകില്ല മക്കളെ. അതാണ് ഇസ്രായേലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. മനസ്സിലായോ? അതുകൊണ്ട് എപ്പോഴും സൂക്ഷിച്ചാൽ, ഇസ്രായേലിനെതിരെ ചൊറിയാൻ വരുമ്പോഴെല്ലാം സൂക്ഷിച്ചാൽ എല്ലാവർക്കും നല്ലതാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതുകൊണ്ട് സുഡാപ്പികളോടെല്ലാം ഞാൻ ഇപ്പോഴും പറയുകയാണ്, നിങ്ങൾക്ക് ഇപ്പോഴും ഇസ്രായേലിന്റെ പക്ഷത്ത് ചേരാൻ അവസരമുണ്ട്. ജയിച്ചു നിൽക്കുന്നവന്റെ പക്ഷത്ത് ചേർന്ന് നിൽക്കടാ വിവരം കെട്ടവന്മാരെ. എന്റെ ദൈവമേ, ഈ മരത്തിന്റെ ഒരു തണലേ, ആഹഹഹ, എന്ത് ഭംഗിയാ നോക്കിയേ. ഇത്രമാത്രം തണല് കൊടുക്കുന്ന ഒരു മരം. ഇസ്രായേല് പൊളിയാണ്, പൊളി പൊളി പൊളി. നമുക്ക് ഈ തണലത്തൊന്നിരിക്കാമല്ലോ. ആഹഹ, ഇങ്ങനെ കാട് പോലിരിക്കുന്ന ഒരു പ്ലേസ്, തണല് മനുഷ്യർക്ക് ഈ ചൂടിനെയും പ്രതിവിധിക്കാനായിട്ട് ഇത്ര മനോഹരമായ ഒരു തണലുള്ളൊരു പ്ലേസ് ഉണ്ടോ? ആഹഹ, എൻ്റെ പ്രിയ സഹോദരങ്ങളെ, കാട്ടിലെ മരം വെച്ച് വിട്ടതിനെ കൊണ്ടില്ലേ കാണാനായിട്ട്, വള്ളികളെല്ലാം ഇങ്ങനെ എന്ത് മനോഹരതയോടുകൂടിയാണ് ഈ പ്ലേസൊക്കെ. അതാണ് നമ്മുടെ നാടിനെ ഒരു അഡ്വഞ്ചറായിപ്പോയി. ഞാൻ മരത്തിന്റെ ചൂട്ടിലിരിക്കാമെന്ന് പറഞ്ഞ വലിയ കാര്യത്തോടെ വന്നതാ, പക്ഷെ എന്ത് ചെയ്യാനാ, നെറ്റ് കട്ടായിപ്പോയി. ഓക്കെ, ഇവിടെ ഇരിക്കാം. അപ്പോൾ സഹോദരങ്ങളെ, ഇസ്രായേലിന്റെ പരിപാലകനായ ഇസ്രായേലിന്റെ സർവശക്തൻ ഇസ്രായേൽ ജനത്തോടൊപ്പം ഉള്ളിടത്തോളം കാലം ഇസ്രായേലിന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഞങ്ങളെല്ലാവരും ഇവിടെ സുരക്ഷിതരാണ്, ഞങ്ങളെല്ലാവരും ഇവിടെ സന്തോഷത്തിലാണ്. ഞങ്ങൾക്കിവിടെ ഒരു പ്രതിരോധവും ഏർപ്പെടുത്തിയിട്ടില്ല. എല്ലാവർക്കും എവിടെയും പോകാം, എവിടെയും വരാം. മനസ്സിലായോ? കാരണം ഇസ്രായേലിന് തങ്ങളുടെ പ്രതിരോധ സംവിധാനത്തിനകത്ത് വളരെയധികം വിശ്വാസമുണ്ട്. അതോടൊപ്പം തന്നെ ഇസ്രായേലിനെ അവരെ പരിപാലിക്കുന്ന, ഇസ്രായേലിന്റെ പരിചയമായി നിൽക്കുന്ന അവരുടെ ദൈവത്തിൽ അവർക്ക് വളരെയധികം വിശ്വാസമുണ്ട്. എന്നെ തെറി വിളിക്കാൻ എന്റെ പേരിൽ തന്നെ ഫേക്ക് ഐഡി ഉണ്ടാക്കി വന്ന് കരയുന്ന ഹബീബ് തോപ്പിൽ. അയ്യോ, ഉമ്മ വെടിയായിരുന്നോ? അറിയത്തില്ലായിരുന്നോ ഹബീബ് തോപ്പിൽ? നമുക്ക് ഹബീബ് തോപ്പിലിന്റെ ഉമ്മയെ ഒന്ന് പരിചയപ്പെട്ടേക്കാം പ്രിയ സഹോദരങ്ങളെ. അവന്റെ വെടി ഉമ്മയെ നമുക്കൊന്ന് പരിചയപ്പെട്ടേക്കാം. എന്നാലും അങ്ങനെ പരിചയപ്പെടാതെ പോകുന്നത് നല്ലതല്ലല്ലോ. ഹബീബ് തോപ്പിലിന്റെ വെടി ഉമ്മയെ നമുക്കൊന്ന് പരിചയപ്പെട്ടേക്കാം. വിഷ്ണു വിനോദ്, ഞാൻ ആ എയർപോർട്ടിന്റെ അടുത്തുകൂടിയാ വന്നത്. ഞാൻ എയർപോർട്ടിന്റെ അടുത്തുകൂടിയാ വന്നത്. ഇതാണ് ഹബീബ് തോപ്പിൽ. പറവടി ഉമ്മയാണെന്ന്. എടാ, നിന്റെ ഉമ്മ പറന്ന് നടന്ന് വെടിവെക്കുകയോ നിന്റെ ഭാര്യ പറന്ന് കിടന്ന് വെടിവെക്കുകയോ അവൾ കൂത്തിച്ചിയോ എന്തോ ആയിട്ട് പോട്ടേടാ, അതിന് എന്നോട് വന്ന് എന്തിനാടാ കരഞ്ഞു പറയുന്നത് നിന്റെ ഉമ്മ കൂത്തിച്ചിയാണെന്ന്? ഹബീബ് തോപ്പില് ഇപ്പൊ തോപ്പിലൊന്നും അല്ല, ഇപ്പൊ ഏറില്ല ഹബീബ് തോപ്പില്. ജെറുസലേം പേജിൽ വന്ന് ഏറിൽ കയറാമെന്ന ഹബീബ് തോപ്പിലിനെ കണ്ടോ? ഭാര്യയും ഉമ്മയും പറവെടിയാണെന്ന്. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യണം? അവര് പറ വെടിവെക്കുകയോ തൂറ വെടിവെക്കുകയോ ചെയ്യട്ടടാ ഹബീബ് തോപ്പിലെ. നിന്റെ ഉമ്മയും ഭാര്യയും പറവെടിയാണെന്ന് എന്നോട് വന്ന് പറഞ്ഞിട്ടാണോ കരയണ്ടേ? ആ വെടികളെ ഒരു കാര്യം ചെയ്, നീ അങ്ങ് ഇതിനകത്തോട്ടങ്ങ് ഇതാണ്ടോ ഹബീബ് തോപ്പിന്റെ ഉമ്മ പറവടി ഭാര്യ വെടിവെച്ചിട്ട് 2 എണ്ണങ്ങളാ. ഇതിന്റെ തന്തമാരെ പോയി തിരക്കിടാ. DNA എടുത്ത് ആദ്യം ഈ പറവടി ഉണ്ടാക്കിയിട്ട് 2 കുഞ്ഞുങ്ങളുടെയും തന്തമാരെ പോയി നീ ആദ്യം തിരക്കിയിട്ട് വാ.
പറവടിക്കുണ്ടായ മോനെ ഹബീബ് തോപ്പി. നീ ഇപ്പം ഏറിലാണല്ലോടാ തോപ്പിലെ. ഹബീബ് തോപ്പേ, നീ ഇപ്പം ഏറിലാണല്ലോ സത്യത്തില്. ഏറി കയറിയില്ലെങ്കിൽ നിനക്ക് ഉറക്കം വരത്തില്ലേ? എൻ്റെനകത്തോട്ട് ഏറി കയറാൻ വേണ്ടി വലിഞ്ഞു കയറി വന്ന് അടിവേടിക്കുന്ന മക്കള്. ഞാൻ റേഞ്ചുള്ളിടത്ത് നിൽക്കുക, റേഞ്ചുള്ളിടത്ത് നിൽക്കാമെന്ന് വിചാരിച്ചു. എടാ ഹബീബ് തോപ്പിലെ, നീ ഇപ്പം ഹബീബ് തോപ്പിലല്ല, ഹബീബ് ഏറിലെന്ന് നിനക്ക് പേരിടണം. പറവടിക്കുണ്ടായ ഭാര്യയും പറവടിക്കുമ്മ ഉണ്ടായ ഉമ്മയും പെറ്റിട്ട 3 എണ്ണത്തിനെ ഞാൻ ഇപ്പം കാണിച്ചു തരാം. ഇതാണ് പറവടിക്കുണ്ടായ ഭാര്യയും ഉമ്മയും പെറ്റിട്ട കൂതറകൾ. ആലപ്പിയില, മനസ്സിലായോ? ഇതാണ് പറവടി ഉമ്മായും പറവടി ഭാര്യയും കൂടി പെറ്റിട്ട തീട്ട സാധനങ്ങൾ. അതുകൊണ്ട് തോപ്പി, ഏറിൽ നിന്നും നിനക്ക് താഴെ ഇറങ്ങാനുള്ള അവസരങ്ങളുണ്ട്. വണ്ടി വിട്ടാൽ നിനക്ക് താഴെ ഇറങ്ങാം. അടി പേടിക്കാൻ ജെറുസലേം പേജിൽ വരരുത്. നിനക്ക് ഈ വഴി അത്ര പരിചയമില്ലെന്നാ തോന്നുന്നത് തോപ്പി. മനസ്സിലായോ? നിനക്കൊന്നും ഈ വഴി അത്ര പരിചയമില്ലെന്നാ തോന്നുന്നത്. എന്റെ പേജും അത്ര പരിചയമില്ലെന്നാ തോന്നുന്നത്. ഇത് ഇസ്രായേലിൽ നിന്നാ, യെരുശലേമിൽ നിന്നാ. മനസ്സിലായോ? മനസ്സിലായോ? ഇതേ യെരുശലേം പേജിൽ നിന്നാ, ഇസ്രായേലിൽ നിന്നാ. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടുമൊക്കെ. ഇതാ റഫീഖ്, MK റഫീഖ്. ഹബീബിന്റെ ചിരി. ഹബീബൊക്കെ പോയല്ലോ ഇപ്പം. ഹബീബ് ഇപ്പൊ മൂഞ്ചിപ്പോയല്ലോ ഹബീബേ. ഫൈസൽ ഒരു മിനിറ്റ് സഹോദരങ്ങളെ. ഫൈസലിനെ അവന്റെ ഭാര്യയും ഉമ്മയും ഒന്ന് ഏറിൽ കയറ്റാൻ ഒരു വെടിവഴിപാട് അർപ്പിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. ഫൈസൽ അതിനെന്താ? ഇപ്പൊ തരാലോ. ഫൈസൽ ഇപ്പൊ തരാം മോനെ, വിഷമിക്കണ്ടടാ. നിന്റെ ആഗ്രഹത്തെ ഞങ്ങൾ മാനിച്ചിരിക്കുന്നു. സഹോദരൻ, നമ്മുടെ ഫൈസലിനെ ഇങ്ങോട്ടൊന്ന് തന്നേക്ക് സഹോദരങ്ങളെ. അവന്റെ ആഗ്രഹത്തെ ഒന്ന് മാനിച്ചു കൊടുത്തില്ലെങ്കിൽ ശരിയാകത്തില്ലല്ലോ. ഫൈസലിനെ ഒന്ന് ഇങ്ങോട്ട് തന്നേരൂ. നമുക്ക് ഫൈസലിന്റെ ആഗ്രഹത്തെ നമുക്ക് മാനിച്ചങ്ങ് വിട്ടേക്കാം. അവന്റെ ആഗ്രഹത്തെ ഒന്ന് മാനിച്ചങ്ങ് വിട്ടേക്കാം. ആ ഫൈസലിനെ ഇങ്ങോട്ടൊന്ന് തന്നേക്കൂ. ഷമീർ PVZR. ഷമീർ PVZRനെ ഒന്നിങ്ങനെ തന്നേക്കണേ മോളെ. നമുക്ക് അവനെയും ഒന്ന് ദാ. സഹോദരങ്ങളെ, നമ്മുടെ ഫൈസലിന്റെ ഭാര്യ ഓടി നടന്ന് കൊടുത്തുണ്ടാക്കിയ 2 തീട്ടങ്ങളെയാണ് ഈ കാണുന്നത്. തീട്ടവാണങ്ങളെയാണ് നിങ്ങൾ കാണുന്നത്. കണ്ടോ? ഫൈസലിന്റെ ഭാര്യ ഓടി നടന്ന് ഉണ്ടാക്കി കൊടുത്ത 2 തീട്ടവാണങ്ങളാണ്. മനസ്സിലായോ? പറവടി ഭാര്യയാണ്. പറന്ന് നടന്ന് വെടിവെച്ച വഴിക്ക് കിട്ടിയതായി ഈ സാധനങ്ങൾ 2 എണ്ണത്തെയും. മനസ്സിലായോ? അവന്റെ ചുന്ന അണ്ടിക്ക് ഉറപ്പില്ലാത്തത് കൊണ്ട്, കൊതമനെ പോലെ തന്നെ അവന്റെ അണ്ടിക്ക് ഉറപ്പില്ലാത്തത് കൊണ്ട് ഭാര്യയെ നടന്ന് വെടിവെക്കാൻ പറഞ്ഞ് കിട്ടിയ 2 വാണങ്ങളായത്. ഇതാണ് ഫൈസി. അപ്പൊ ഫൈസി 392 ഫ്രണ്ട്സേ ഉള്ളോ നിനക്ക്?
കൂട്ടുകാർ മുഴുവൻ ആരാ? സഫൂദ്ദീൻ, AM, ഇതൊക്കെയാ കൂട്ടുകാര്. ഓക്കെ, അതുകൊണ്ട് സൂക്ഷിച്ചാൽ എൻ്റെ പേജിൽ നിങ്ങൾ ദുഃഖിക്കണ്ട, അത്രേ എനിക്ക് പറയാനുള്ളൂ. എൻ്റെ പേജിൽ സൂക്ഷിച്ചാൽ നിങ്ങൾ ദുഃഖിക്കണ്ട. അനീസ് ഒക്കാസീസ്, എന്തുവാടാ ഒക്കാസീസ്? ഒക്ക അനീസെ ഒക്കാസീസേ എന്താടാ? എന്താടാ? ഒക്കാസീസേ. അപ്പം സഹോദരങ്ങളെ കണ്ടല്ലോ, ഇതാണ് ടെല്ലവീവിലെ ഞാൻ കാണിച്ച പ്ലേസ്. ഞാൻ ഇവിടേക്ക് വരാമെന്ന് തന്നെയാണ് നിങ്ങളോട് പറഞ്ഞത്. ടെല്ലവീവില് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത് മുഴുവൻ ടെല്ലവീവ് തന്നെയാണ്. അതുകൊണ്ട് സുടുക്കൾക്ക് ഒരു സ്വഭാവമുണ്ട്. തങ്ങൾ സോഷ്യൽ മീഡിയക്കകത്ത് വന്ന് പച്ചത്തെറി, പുഴുത്ത തെറി, പിന്നെ അപമാനരാഗങ്ങൾ. പുരുഷന്മാരാ വീഡിയോ ചെയ്യുന്നെങ്കിൽ അവന്റെ അമ്മയെ ചോദിക്കണം, പെങ്ങളെ ചോദിക്കണം, ഭാര്യയെ ചോദിക്കണം. ഇതാണ് അവരുടെ മെയിൻ കലാപരിപാടി. പിന്നെ സ്ത്രീകളാ വന്ന് വീഡിയോ ചെയ്യെങ്കിൽ ആ സ്ത്രീകളെ തന്നെ ചോദിക്കണം. ഇതാണ് അവന്മാരുടെ മെയിൻ കലാപരിപാടി. പക്ഷെ ഇവന്മാരുടെ യുദ്ധതന്ത്രങ്ങളെ നിങ്ങൾ തിരിച്ചറിയണം. ഇത് സോഷ്യൽ മീഡിയയെ കീഴടക്കുവാൻ വേണ്ടി, സോഷ്യൽ മീഡിയയിലൂടെ സത്യങ്ങൾ പുറത്ത് ലോകത്ത് അറിയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവന്മാർ നടത്തുന്ന നാടകീയമായ തന്ത്രത്തിന്റെ ഭാഗമാണ്. തുലുക്കം പഠിപ്പിച്ചു വെച്ച, കൊതമത് പഠിപ്പിച്ചു വെച്ച പാഠത്തിന്റെ ബാക്കി പത്രമായി ഈ കാണിക്കുന്നത്. അപ്പൊ ഇവന്മാരെ കണ്ട് നിങ്ങൾ പേടിക്കരുത്, മനസ്സിലായോ? ഇവന്മാരെ കണ്ട് പേടിക്കുകയോ ഇവന്മാരുടെ തെറിവാക്കുകൾ കേട്ട് കഴിഞ്ഞ ഉടനെ അതെന്തോ വലിയ അപമാന രാഗങ്ങളിൽ പോയി വീണതുപോലെ ഒന്നും ചിന്തിക്കുകയോ ഒന്നും നിങ്ങൾ ചെയ്യണ്ട. ഈ പട്ടിവാണങ്ങൾക്കും ഈ പട്ടിത്തീട്ടങ്ങൾക്കും കൊടുക്കേണ്ട രീതിക്കേ മറുപടി കൊടുക്കാവൂ. മനസ്സിലാകുന്നുണ്ടോ? നല്ല മറുപടി അർഹിക്കുന്നില്ല, മൗനവും അർഹിക്കുന്നില്ല. നമ്മൾ മൗനമായി ഇരിക്കും തോറും കാരണം ഇസ്രായേല് ഇറാനെ ആക്രമിച്ചതും വെറുതെ അല്ല. കുറേ ദിവസങ്ങൾ ഇസ്രായേൽ മൗനമായി ഇരുന്നു. അവിടുന്ന് ആദ്യം ഹമാസിനെ പറഞ്ഞു വിട്ടു, യുദ്ധക്കോപ്പുകൾ കൊടുത്ത് യുദ്ധത്തിന് ചെയ്യാൻ വിട്ടു. പിന്നെ ഹിസ്ബുള്ളയെ പറഞ്ഞു വിട്ടു. പിന്നെ കൂത്തികളെ പറഞ്ഞു വിടുന്നു. അവനെ അവിടെ ഇരിക്കുമ്പം അവന്റെ കൊതത്തിന് കടിയെടുക്കുമ്പം അവൻ ഇസ്രായേലിനെ ചൊറിയാൻ ഇങ്ങോട്ട് പറഞ്ഞു വിടും. അങ്ങനെ ഇസ്രായേലിനെ ചൊറിഞ്ഞ് ഇസ്രായേലിന്റെ അയൺഡോം പ്രതിരോധ സംവിധാനം മാക്സിമം പൊട്ടിച്ചുകൊണ്ട് തന്നെയാണ് ഇരുന്നത്. പക്ഷേ ഇങ്ങനെ ചൊറിയാൻ വരുന്നവന്മാരെ വെറുതെ ചൊറിയാൻ വിട്ടുകഴിഞ്ഞാലുണ്ടല്ലോ ഇവന്മാരെ ചോറി നിർത്തത്തില്ലെന്നേ. അതാണ് പ്രശ്നം. ഇവന്റെ ചോറി നിർത്തണമെന്നുണ്ടെങ്കിൽ അവന്റെ താരത്തിൽ എന്ത് ചെയ്യണം? അടിക്കണം. അവന്റെ അണ്ണാക്കിനകത്തോട് അടിച്ചു കയറ്റിയാൽ മാത്രമേ ഇവന്മാരുടെ ചോറി നിർക്കത്തുള്ളൂ. അതുകൊണ്ടാണ് എന്റെ പേജിനകത്ത് വരുന്നവന്മാർക്ക് തിരിച്ച് ഞാൻ കാര്യമായിട്ട് അങ്ങ് കൊടുക്കുന്നത്. പറഞ്ഞ മനസ്സിലായോ? എന്റെ പേജിനകത്ത് വന്നിരുന്ന് മോങ്ങുന്നവന്മാർക്ക് ഞാൻ കാര്യമായിട്ട് കൊടുക്കുന്നത് അങ്ങനെ കൊടുത്തേ പറ്റത്തുള്ളൂ. ഇത് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും പഠിച്ചിരിക്കേണ്ട ഒരു സോഷ്യൽ മീഡിയയിൽ എല്ലാവരും നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു പാഠമാണ്. ഇവന്മാരുടെ തോന്നിവാസങ്ങൾക്ക് നിങ്ങൾ മൗനമായി നിന്ന് കൊടുക്കരുത് പ്രിയ സഹോദരങ്ങളെ. പറഞ്ഞ മനസ്സിലായോ? നിങ്ങൾ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞുകൊണ്ട് അയ്യോ നമുക്ക് സ്റ്റാൻഡേർഡ് ഉണ്ട്, നിങ്ങളുടെ ഒരു സ്റ്റാൻഡേർഡും പോകാൻ പോകുന്നില്ല. നിങ്ങൾക്കറിയാം സിനിമയ്ക്കകത്ത് മോഹൻലാൽ പച്ചത്തെറി പറയുന്നു, മമ്മൂട്ടി പച്ചത്തെറി പറയുന്നു. അപ്പം നിങ്ങൾ പറയുമ്പോൾ അത് സിനിമയ്ക്ക് വേണ്ടി അത്രയേ ഉള്ളൂ. റീനയും പ്രതിരോധത്തിന് വേണ്ടി 2 കൊടുക്കുന്നതേ ഉള്ളൂ. അല്ലാതെ മോഹൻലാൽ സ്റ്റാൻഡേർഡ് കുറഞ്ഞവനാണ് നിങ്ങൾ പറയുന്നുണ്ടോ? സുരേഷ് ഗോപി പച്ചത്തെറി വിളിക്കുന്നുണ്ട് സിനിമയ്ക്കകത്ത്, അതുകൊണ്ട് സുരേഷ് ഗോപി സ്റ്റാൻഡേർഡ് കുറഞ്ഞവനാണ് നിങ്ങൾ പറയുന്നുണ്ടോ നിങ്ങൾ? അത് സിനിമയിൽ വേണ്ടിയിട്ടല്ലേ എന്ന് പറയും. ഇതുപോലെ തന്നെയാണ് ഞാൻ എന്നെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനും കൊടുക്കുന്നത്. അപ്പം മാത്രം റീനയുടെ സ്റ്റാൻഡേർഡ് മാത്രം എന്താ കുറഞ്ഞു പോകുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നതിന്റെ പിന്നെ കാരണം മനസ്സിലായോ? അപ്പോൾ എന്റെ പേജിൽ ചൊറിയാൻ വന്നു കഴിഞ്ഞാൽ എന്റെ പേജിൽ നിന്ന് കിട്ടേണ്ടത് കിട്ടുക തന്നെ ചെയ്യും. അല്ലാതെ ഞാൻ പോകത്തില്ല. ഇസ്രായേലിൽ മാത്രമല്ല പാസ്റ്റർ കുട്ടപ്പൻ സഹോദരങ്ങളെ, ആ പാസ്റ്റർ കുട്ടപ്പനെ ഇങ്ങോട്ടൊന്ന് തരൂ. കുണ്ടി കൊടുക്കുന്ന മോൻ പാസ്റ്റർ കുട്ടപ്പനെ ഇങ്ങോട്ട് തരൂ. ദാ ചൊറിഞ്ഞടി മേടിക്കാൻ വന്നൊരു മോനെ കണ്ടോ? ഇതാണ് ഇത് ചൊറിയുക, അടി മേടിക്കുക. ദാ
ഇതാണ്ടോ, ഇവന്റെ കൊതത്തിന് കുറച്ച് കടി കൂടുതലാണെന്ന്. അതുകൊണ്ട് ഇറാനിൽ നിന്നും അയച്ച മിസൈലിന്റെ ബാക്കി ഉണ്ടെങ്കിൽ എന്റെ കൊതത്തിനകത്തോട്ട് അടിച്ചു കയറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ട് വന്നിരിക്കുക പാസ്റ്റർ കുട്ടപ്പൻ. കുട്ടപ്പൻ പാസ്റ്ററേ, നീ കുട്ടപ്പൻ പാസ്റ്ററോ നീ ഏത് കൊട്ടപ്പൻ പാസ്റ്ററോ ഒന്നും ആയിക്കോ, പക്ഷെ അടിക്കുന്ന അടിയിലുണ്ടല്ലോ മിസൈൽ നിന്റെ കുണ്ടിക്കകത്തോണ്ട് കേറിയാലുണ്ടല്ലോ കഴിവേറി മോനെ, അത് ആകാശത്ത് പോയി പൊട്ടിത്തെറിച്ചാലുണ്ടല്ലോ നിന്റെ കൊതം ചീറ്റിപ്പോകും. പിന്നെ തൂറാൻ പോലും നിന്റെ കൊതം ബാക്കി കാണത്തില്ലെന്നുള്ളത് പാസ്റ്റർ കുട്ടപ്പന് ഇതിനാൽ അറിയിച്ചു കൊള്ളുന്നു. കേട്ടോ പാസ്റ്റർ കുട്ടപ്പ? അപ്പൊ പാസ്റ്റർ കുട്ടപ്പൻ ഇതിനാൽ പാസ്റ്റർ കുട്ടപ്പന്റെ കൊതം പൊട്ടിത്തെറിച്ചതായി നാട്ടുകാരെ എല്ലാരെയും അറിയിച്ചു കൊള്ളുന്നു. ഇവന്റെ കുണ്ടിയെ വിശാലമാക്കിയ കഥ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് പ്രായത്തിനൊത്ത് കഴിവേറി മോനെ ജീവിക്കാൻ പഠിക്കുക. ഇല്ലെങ്കിലുണ്ടല്ലോ നിന്റെ ഭാര്യയുടെ കൊതത്തിനകത്തോട്ട് അടുത്ത മിസൈൽ കയറി തുലിക്കന്മാർ നിന്റെ ഭാര്യയുടെ കൊതത്തിനകത്തോട്ട് കയറി ഇരിക്കുന്നുണ്ടായിരിക്കും. അതിന്റെ കഴപ്പ് തീർക്കാൻ എന്റെ പേജിനകത്തോട്ട് നീ വരരുത് കേട്ടടാ കഴിവേറി മോനെ പാസ്റ്റർ കുട്ടപ്പൻ. നിന്റെ ഭാര്യയുടെ കൊതത്തിനകത്തോട്ട് തുലിക്കന്മാർ കയറി ഇരിക്കുന്നുണ്ടെങ്കിൽ അവന്മാരുടെ കടി തീർക്കാൻ വേണ്ടി എന്റെ പേജിനകത്തോട്ട് നീ വരരുത്. വന്നാലുണ്ടല്ലോ അടിക്കുന്ന അടിയില് ഇറാന്റെ മിസൈൽ ചിലപ്പോൾ നിന്റെ കൊതം പൊളിച്ചോണ്ട് പോകും. നൈറൂസേ തമിഴിലായി എഴുതിയതെങ്കിൽ എനിക്ക് നല്ല വൃത്തിയാണം വായിക്കാൻ തമിഴ് അറിയാം, മനസ്സിലായോ? പക്ഷെ നീ അത് എഴുതുമ്പോൾ സ്വന്തം പ്രൊഫൈലിൽ വന്ന് അത് എഴുതണം. ചേറ്റേ എന്ത് തോന്നി മാസവും നോക്കിക്കോണേ. പാസ്റ്റർ കുട്ടപ്പൻ, എടാ കഴിവേറി മോനെ, നീ എന്ത് കമന്റാടാ നീ ഇട്ടത് ചെറ്റയ്ക്കുണ്ടായവനെ? എന്നിട്ട് നീ ഇപ്പൊ ഇരുന്ന് മോങ്ങുന്നു അടിയും വാങ്ങിച്ചിട്ട്. കഴിവേറി മോനെ, നീ എന്ത് കമന്റാ ഇട്ടത്? നീ എന്താ ഇട്ടത്? പോടി, നിന്നെ അങ്ങനെ വിളിക്കാവൂ എന്നല്ലടാ കഴിവേറിക്കുണ്ടായ കഴിവറുടെ മോനെ നീ മെസ്സേജ് ഇട്ടത്. എടാ മാസ്റ്റർ കുട്ടപ്പൻ, എടാ കഴിവേറി മോനെ, ഇപ്പൊ നീ വന്നിട്ട് എന്താ പറയുന്നത്? സഹോദരി? എന്താ നിനക്കിപ്പൊ സഹോദരി ആയോ? നേരത്തെ അങ്ങനെ അല്ലായിരുന്നല്ലോ. നീ വിചാരിച്ചെന്തുവാ? സഹോദരി എപ്പോഴും വിദ്വേഷം പറയരുത്, അതുകൊണ്ടാണ് പറഞ്ഞത്, അല്ലാതെ ഇസ്രായേൽ വിരോധമല്ല. അയ്യടാ ഇരുന്ന് മോങ്ങല്ലേ നീ? ഇരുന്ന് അടി കൊള്ളുമ്പോ ഇരുന്ന് മോങ്ങുവാണോ? അവന്റെ അടി കൊണ്ടപ്പോ ഇരുന്ന് മോങ്ങുവാ സഹോദരി പോലും. നേരത്തെ അങ്ങനെ അല്ലായിരുന്നല്ലോ കമന്റ് ഇട്ടത്. ഇതിനകത്ത് കേറിയോ നിന്റെ അണ്ടി വെട്ടിയെടുക്കും കഴിവേറി മോനെ. ഇറങ്ങി പോയിക്കോ പാച്ചറ കുട്ടപ്പൻ. നിന്റെ ഭാര്യയുടെ കൊതത്തെ കൊണ്ട് പോയി കച്ചവടം ചെയ്തിട്ട് വരണം ഇവിടെ. നീ എന്നെ പറയാൻ വേണ്ടി ഞാൻ വളർന്നിട്ടില്ലടാ കഴിവേറി. പാസ്റ്ററാണെങ്കിലും ഏത് കോപ്പിലുള്ളവനാണെങ്കിലും സൂക്ഷിച്ചാൽ നിനക്കൊക്കെ കൊള്ളാം. അതും കൂടി പറഞ്ഞേക്കുവോ, സൂക്ഷിച്ചാൽ നിനക്കൊക്കെ കൊള്ളാം. നിന്നെയൊക്കെ വെറുതെ വിട്ട് നീയൊക്കെ വലിയ ആള് കളിക്കുക സമൂഹത്തിന് മുമ്പില്. ഇസ്രായേൽ വിരോധം കൊണ്ടല്ല പോലും. ഇസ്രായേലിന് മാത്രം നീ താങ്ങിക്കൊടുക്ക്, ബാക്കിയുള്ളവർക്കെല്ലാം നീ ചൊറിഞ്ഞു കൊടുക്ക്. ചേറ്റേ ഓരോരുത്തർ വന്നിട്ട് ജോൺ കുരിശിങ്കൽ സ്വന്തം പ്രൊഫൈലിൽ വരൂ. നിങ്ങൾക്ക് എല്ലാവർക്കും സ്വന്തം പ്രൊഫൈലിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പ്രൊഫൈലിൽ നിന്ന് സംസാരിക്കാനുള്ള ഇനി മറുപടി പറയാതെ പോകുന്നതാ നിനക്ക് നല്ലത് പാസ്റ്റർ കുട്ടപ്പൻ. ഇനി മറുപടിയാതെ നീ പോകുന്നതാ നിനക്ക് നല്ലത്. നിന്റെ ആരോഗ്യത്തിന് നല്ലത് അതാണ്, നീ മറുപടി പറയാതെ പോകുന്നത്. പറഞ്ഞ മനസ്സിലായോ? കാരണം ഇവിടെ വന്ന് ചൊറിയുമ്പം മനസ്സിലാക്കിക്കൊണ്ടും അടി എരന്ന് മേടിക്കാൻ വേണ്ടിയിട്ടാ ചൊറിയുന്നതെന്ന് പറഞ്ഞിട്ട്. എടാ അമ്മയും പെങ്ങളും സഹോദരിമാരും ഉള്ളവന്മാരൊക്കെ ആണെങ്കിൽ മനസ്സിലാക്കും അതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് പറഞ്ഞിട്ട്. അമ്മയും പെങ്ങളെയും സഹോദരിമാരെയും തന്റെ കുലുക്കന്മാർ കൊണ്ട് കൂട്ടിക്കൊടുക്കുന്നവന്മാരാണെന്നുണ്ടെങ്കിൽ ഈ പേജിൽ വന്ന് ചൊറിയുന്നവന്മാരെ നോക്കിയിരുന്ന് വല്ലിടിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ വല്ലിടിച്ചുകൊണ്ടിരിക്കാൻ റീന ഒരു കൂട്ടിക്കൊടുപ്പുകാരന്മാരും വന്ന് ചോദിക്കുമ്പോൾ കൊടുക്കാൻ വേണ്ടി ഇരിക്കുന്നവളല്ല. പറഞ്ഞ മനസ്സിലായാ? വെട്ടിയെടുക്കും. എന്നോട് വന്ന് ചോദിച്ചാൽ അവന്റെ അണ്ടി വെട്ടി ഞാൻ എടുക്കും. അല്ലാതെ കൂട്ടിക്കൊടുപ്പുകാരന്മാർ വന്നിട്ട് കണ്ട പേജുകളിലെല്ലാം കണ്ട പെണ്ണുങ്ങളെ കയറി ഇപ്പൊ ഇസ്രായേലിൽ നിന്ന് പല പെൺകുട്ടികളും സംസാരിക്കുന്നുണ്ടല്ലോ. അവരുടെ പേജുകൾ പോയി നോക്ക്. പുഴുത്ത തെറികളും ആ പെൺകുട്ടികൾ എന്തിന്റെ പേരിലാ കിടന്ന് സഹിക്കുന്നത് മൊത്തവും. ഇവന്മാര് ചോദിക്കുന്നത് നിന്റെ കൊതം താടി, നിന്റെ മറ്റത് താടി, നിന്റെ മറച്ചത് താടി, നിന്റെ പൂറ് വിശാലമാക്കിയോടി, അവിടെ ഉള്ള ജൂതന്മാര് നിന്റെ അത് ചെയ്തോടി ഇത് ചെയ്തോടി എന്ന് പറഞ്ഞ പച്ചയ്ക്ക് ആ പെൺപിള്ളാരുടെ പേജുകളിൽ മുഴുവനും പോയി പച്ചത്തെറി വിളിക്കുന്ന നായിന്റെ മക്കള്. ആ പെൺപിള്ളേർ ചിലപ്പോൾ മിണ്ടാതെ കേട്ടോണ്ടിരിക്കുമായിരിക്കും. പക്ഷെ റീന അതല്ലടാ കഴിവേറി മക്കളെ.
ഞാൻ കൂടി പറഞ്ഞേക്കുവാ. റീന അതല്ല, എന്റെ പേജിനകത്ത് ചൊറിയാൻ വന്ന അടിക്കുന്ന അടിയിലുണ്ടല്ലോ. പിന്നെ ആയിഷ ഉമ്മയുടെ കൊതവും ആമിന ഉമ്മയുടെ കൊതവും പിന്നെ കൊതമ്മതിന്റെയും തള്ളാകുവിന്റെയും നിന്റെ ഉമ്മയുടെ ഒക്കെ കൊതം എന്ത് ചെയ്യും പറക്കി എടുക്കേണ്ടി വരും എന്റെ പേജിനകത്ത് വന്ന് നീയൊക്കെ ചൊറിഞ്ഞാൽ. പറഞ്ഞ മനസ്സിലായോ? സോഷ്യൽ മീഡിയക്കൊക്കെ അങ്ങ് കേറിയിരുന്ന് തള്ളാകു പഠിപ്പിച്ചു വെച്ച പാഠത്തിനനുസരിച്ച് അങ്ങ് തൂർവ ഇവിടെ കടന്നു വന്നു മെഴുകുവാവുമാര്. തള്ളാകു പറഞ്ഞു വിട്ടിരിക്കുന്ന മൊത്തം അതാണല്ലോ. തൂറി മെഴുകാനല്ലേ. നിങ്ങൾ പോയി പച്ചയ്ക്ക് തെറി വിളിച്ചോളൂ, നിങ്ങൾ വ്യഭചരിച്ചോളൂ. ഇവിടെ 72 ഹൂറിമാരെയും വെച്ചിട്ടുണ്ട്. വിശാലമായ മദ്യപാനശാലയും കാമാത്തിപ്പുരയും സോണാക്കച്ചിയും ഒക്കെ ഇവിടെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. നീ പോയി പച്ചയ്ക്ക് തെറി വിളിക്കുക, 10 പേരെ കൊല്ലുക, നീ പച്ചയ്ക്ക് അപമാനിക്കുക, നീ എന്ത് വൃത്തികേടും കാണുക. നിനക്ക് ഇവിടെ സ്വർഗം വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് തള്ളാഹുവിന്റെ പുസ്തകത്തിന് എഴുതി വെച്ചിരിക്കുന്ന ഈ കോണാത്തിലെ മക്കൾ പഠിച്ചു വെച്ചാൽ പിന്നെ ഇവന്മാർക്ക് എങ്ങനെയാ നല്ല സ്വഭാവം ഉണ്ടാകുന്നത്? നിനക്കൊക്കെ പിന്നെ എങ്ങനെയാണ് നല്ല സ്വഭാവം ഉണ്ടാകുന്നത്? നിന്റെ കോണാത്തില് തള്ളാകൂ എന്ന് പറയുന്നവനെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് കാമാത്തിപ്പുര കെട്ടിവെച്ചിട്ടാ. 72 ഹൂറിമാരെ വ്യഭിചാരശാല ഉണ്ടാക്കി വെച്ചാൽ നിന്നെയൊക്കെ വളർത്തി വെച്ചിരിക്കുന്നത് തന്നെ. അങ്ങനെയുള്ള നിന്റെയൊക്കെ വായിക്കാത്ത നിന്ന് പച്ചയ്ക്ക് തെറിയും മറ്റതും മറിച്ചതും അല്ലാണ്ട് നിന്നെയൊക്കെ നല്ലത് പറയാൻ പറ്റുമോ? എടാ, ഏതെങ്കിലും മതത്തിൽ നല്ലതേ പറഞ്ഞു കൊടുക്കത്തുള്ളൂ. വൃത്തികേടുകൾ പറയരുത്, ആഭാസം പറയരുത്, കൊല ചെയ്യരുത്, അങ്ങനെയൊക്കെ ചെയ്താൽ നിനക്ക് സ്വർഗം നഷ്ടപ്പെടുമെന്ന് പറയുമ്പോൾ ഇവന്റെ കോണാത്തിലെ മതം മാത്രം പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് നീ എല്ലാ തോന്നിവാസവും കാണിച്ചോ നിനക്ക് സ്വർഗം ഞാൻ തരാം, കാഫിറുകളെ കൊന്നു തന്നാൽ മാത്രം മതി എന്ന് പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് വിശ്വസിച്ച് നടക്കുന്ന ഈ വൃത്തികെട്ടവന്മാരോട് പിന്നെ എന്നാ പറയേണ്ടത്? അതിനനുസരിച്ച് കുറെ അണ്ണന്മാര് മദ്രസയിൽ പഠിച്ചിട്ടങ്ങ് ഇറങ്ങിക്കോളും. കണ്ട പെമ്പിള്ളാരുടെ പേജിനകത്തും പുരുഷന്മാരുടെ ആണുങ്ങളാ പറയുന്നെങ്കിൽ ആണുങ്ങളുടെ ഉടനെ അവന്റെ അമ്മയെ ചോദിക്കും, ഉടനെ അവന്റെ ഭാര്യയെ ചോദിക്കും, ഉടനെ അവന്റെ മകളെ ചോദിക്കും. ഇതാണ് ആണുങ്ങളുടെ കമന്റ് ബോക്സിനകത്ത് മുഴുവനും കയറി ഇറങ്ങി നരങ്ങുന്നത്. പെണ്ണുങ്ങളാണെങ്കിൽ പിന്നെ അവളുമാരെ ചോദിക്കും, അവളുമാരുടെ അമ്മയെ ചോദിക്കും, പിന്നെ അവളുമാരുടെ മക്കളെ ചോദിക്കും. ഇങ്ങനെയാണ് പെണ്ണുങ്ങളുടെ കമന്റ് ബോക്സിനകത്ത് കയറി അങ്ങ് നരങ്ങുന്നത്. അപ്പൊ സകലരും മിണ്ടാതെ പോകും തോറും ഈ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് പറയുന്ന രീതിക്ക് ഇവന്മാരങ്ങ് തലയ്ക്കകത്ത് കയറി അങ്ങ് നരങ്ങുക. അങ്ങനെ ഇപ്പം നീ ഒന്നും തലയ്ക്കകത്ത് കയറി എന്ത് ചെയ്യണ്ട. നസീർ കുളങ്ങര സ്വന്തം പ്രൊഫൈലിൽ ഇങ്ങോട്ട് വാ. സ്വന്തം പ്രൊഫൈലിലോട്ട് വാ. സിറാജ് പി കെ പോടാ. കഴിഞ്ഞ ദിവസം അടി കൊണ്ട് കണ്ടം വഴിക്ക് ഓടിയവനല്ലേ വൃത്തികെട്ടവനെ. പിന്നെയും വന്ന് ഇവിടെ കിടന്ന് കരയുന്നത്. ഫയാദ് മുനീർ, സോറി മോനെ, സ്വന്തം പ്രൊഫൈലിൽ വരൂ, ആവശ്യമുള്ളത് പറയൂ. ദൈവമേ, ഞാനിതിനെ ആദ്യം കാണുവാ. ആദ്യം കണ്ടത് നിനക്ക് ഭാഗ്യമായി മാറി. മനസ്സിലായോ? ആദ്യം കണ്ടത് കാര്യമായി മാറി. ഇല്ലെങ്കിൽ കണ്ടേനെ വിവരം. അങ്ങനെ സോഷ്യൽ മീഡിയയുടെ പേജുകൾ മുഴുവനും ഈ കള്ള വൃത്തികെട്ടവന്മാരുടെ തെറിവിളികളും മറ്റതും മറിച്ചതും കൊണ്ട് അങ്ങ് നിറഞ്ഞിരിക്കുക. ഇസ്രായേലും ഇറാനും തമ്മിൽ യുദ്ധം വന്നു കഴിഞ്ഞാൽ നിനക്കൊക്കെ എന്തിനാടാ കേരളത്തിലെ സുഡാപ്പികൾക്ക് കുരുപൊട്ടുന്നേ? ഞാൻ അറിയാണ്ട് ചോദിക്കുക. ഇസ്രായേലും ഇറാനും തമ്മിൽ യുദ്ധം വന്നു കഴിഞ്ഞാൽ കേരളത്തിലെ തുലുക്കന്മാർക്ക് എന്തിനാ കുരുപൊട്ടുന്നേ? നിങ്ങളുടെ കുരു എന്തിനാ പൊട്ടിത്തെറിക്കുന്നേ? ഇസ്രായേലും ഇറാനും യുദ്ധമുണ്ടെങ്കിൽ അവർ തീർത്തോളും. അവർക്കറിയാം എങ്ങനെ യുദ്ധം തീർക്കണമെന്ന് പറഞ്ഞിട്ട്. അല്ലാതെ കരഞ്ഞു മെഴുകേണ്ടതും വന്ന് കരയേണ്ടതും എന്റെ പേജിനകത്തോട്ടല്ല. നിങ്ങൾ കയറി കരയേണ്ടതും മെഴുകേണ്ടതുമല്ല. സോഷ്യൽ മീഡിയ മുഴുവനും അങ്ങ് കൈയടത്തി അങ്ങ് വെച്ചേക്കാന്ന് വിചാരിച്ചിരിക്കുക. പച്ചയ്ക്ക് തെറി വിളിച്ചു കഴിഞ്ഞോണ്ട്. എടാ, നിന്റെയൊക്കെ തെറിയൊക്കെ കേട്ട് കഴിഞ്ഞാൽ പേടിച്ച് മൂട്ടി കയറി ഒളിക്കുന്ന ഒത്തിരി പെമ്പിള്ളാർ ചിലപ്പോൾ വേറെ കാണുമായിരിക്കും. റീനയെ നീ ആ വഴിത്തി കൂട്ടേണ്ടത്. ഈ ഇസ്രായേലിന്റെ മണ്ണിൽ നിന്നും കിളിർത്ത ജന്മവാ. മനസ്സിലായോ? ഞാൻ ഇസ്രായേലിന്റെ തണലിൽ നിൽക്കുക. ആ തണലിൽ നിൽക്കുമ്പോഴേ അതിന്റെ സ്വഭാവം കാണിക്കും. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാം സൗരഭ്യം എന്ന് പറയുന്നത് പോലെ ഇസ്രായേലിന്റെ മണ്ണിന്റെ സൗരഭ്യം ആസ്വദിച്ച് കിടക്കുന്നവളാടാ ഞാന്. വിവരം കെട്ടവന്മാരെ, ഇസ്രായേൽ അവന്റെ കോത്തിനകത്തിട്ട് ബങ്കറിൽ അടിച്ച് പൊട്ടിക്കുന്നത് കണക്ക് എനിക്കും തിരിച്ചു തരാൻ അറിയാം. മനസ്സിലായോ? അതുകൊണ്ട് ആളും തരോ അറിഞ്ഞു വേണം വന്നിട്ട് എന്റെ കമന്റ് ബോക്സിനകത്ത് വന്ന് നീയൊക്കെ മെഴുകിച്ചാകാനായിട്ട്. ഇല്ലെങ്കിൽ വിവരം ഞാൻ പഠിപ്പിച്ചു വിടും. എല്ലാ പെമ്പിള്ളാരുടെയും കാണുമ്പോൾ ഒട്ടനെ അങ്ങ് ചോദിക്കുന്ന സാമാനം തുറന്നു തരുമോ? ഉമ്മമാരുടെ പോയി തുറന്നു ചോദിക്കണം. അല്ലാതെ ഇങ്ങോട്ട് വന്നിട്ടല്ല ചോദിക്കുന്നത്. കൊതമതിന് സ്വന്തം അമ്മയുടെ ആമിനത്താത്തയുടെ സാമാനം എടുത്ത് തിന്നതിന്റെ ശീലമായി ഇവിടെ വന്ന് കാണിക്കുന്നത്. മനസ്സിലായോ? ന്യൂസ് സാഗർ സഞ്ജു, പോയി സ്വന്തം കമന്റ് ബോക്സ് ഇട്ട് വന്ന് കമന്റ് കരയടാ. സ്വന്തം പ്രൊഫൈൽ ഇട്ട് വന്ന് കരയടാ. കൊതമത് ആമിനത്താത്തയുടെ സാമാനം മൂഞ്ചിയ കഥ വന്ന് കിട്ടാ ഇവിടെ വന്ന് പറയുന്നത്, കരയുന്നത്. അതേ രീതിക്കാ വന്ന് കരയുന്നത്. കൊതമതിന്റെ സ്വഭാവമല്ലേ ഇവിടെ കാണിക്കത്തുള്ളൂ. ചേറ്റകളെ.
യവന്മാരുടെ സ്വഭാവമുണ്ട്. എന്തുവാ, തുലുക്കൻ പഠിപ്പിച്ചു കൊടുത്ത, കൊതമത് പഠിപ്പിച്ചു കൊടുത്ത സകല പാഠങ്ങളെ അതുപോലെ അച്ചിട്ട് പെരുമാറാൻ വേണ്ടി പഠിച്ചു വെച്ചിരിക്കുന്ന കുറെ കാട്ടറബി വർഗങ്ങള് മദ്രസയിൽ ഇത് മൊത്തമാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. എങ്ങനെ ഭോഗിക്കാം, എങ്ങനെ കണ്ട സ്ത്രീകളുടെ അമ്മമാരെ ചോദിക്കാം, എങ്ങനെ കണ്ട സ്ത്രീകളുടെ പൂവും കായും ഒക്കെ ചോദിക്കാം, ഇങ്ങനെ പഠിക്കാം എന്ന് പറഞ്ഞ് കുറെ മദ്രസയിലെ തള്ളാകും. വീട്ടിലും അത് തന്നെയാ പാഠം. തള്ളമാരും പറവടികളല്ലേ, എല്ലാ കൂത്തിച്ചി ഉമ്മമാരും. അപ്പൊ ആ കൂത്തിച്ചി ഉമ്മമാര് പറവടികളാവുമ്പോ ആ സ്വഭാവമല്ലേ ഇവന്മാർ ഇവിടെ വന്ന് ഫേസ്ബുക്ക് പേജിനകത്ത് തള്ളി മറിക്കത്തുള്ളൂ. ചേറ്റകള് സ്വന്തം ഉമ്മമാരെ വരെ ഹൂറികളായിട്ട് വെച്ചിരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവനാ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദരങ്ങളോട് പറയുക, ഒറ്റ സുഡാപ്പിക്കുൻ നായിന്റെ മക്കളെയും പേടിച്ചു പോകരുത് നിങ്ങള്. അവന്മാര് കൂടിപ്പോയ അവന്മാരുടെ തെറിയുടെ അങ്ങേ അറ്റം വരെ നിങ്ങൾക്കറിയാം എന്താ അവന്മാര് പറയാൻ പോകുന്നതെന്ന്. അതിനെ മുന്നറിമെ കണ്ടിട്ട് ഇസ്രായേൽ വരുന്ന മിസൈലിനെ അവന്റെ അണ്ണാക്കിലിട്ട് പൊട്ടിച്ചു കൊടുക്കുന്നത് പോലെ തന്നെ എന്ത് ചെയ്യണം, തിരിച്ച് ഉമ്മാരുടെ അണ്ണാക്കിലിട്ട് അങ്ങ് പൊട്ടിക്കണം. മനസ്സിലായോ? ഒരെണ്ണം പോലും പേടിക്കരുത്. അവൻ അമ്മയ്ക്ക് വിളിച്ചാൽ തിരിച്ചവന്റെ ഉമ്മാക്കി കൊടുക്കണം. മനസ്സിലായോ? അവൻ നിന്റെ സഹോദരിയെ ചോദിച്ചാൽ തിരിച്ചവന്റെ ഭാര്യയുടെ അണ്ണാക്കിനകത്തോട് തിരികെ കൊടുത്തേക്കണം സാധനം കൊണ്ടുപോയി. പിന്നെ വരരുത് ചോദിക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? സിയാദ് 30 ഇടം. സിയാദിന് 30 ഇടം ഉണ്ടോ? എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിന്റെ ഉമ്മയുടെ കൊതം കീറിയ കഥ പറഞ്ഞുകൊണ്ടിരിക്കുക. സിയാദ് 30 ഇടം. നിനക്ക് 30 ഇടം ഉണ്ടാടാ. അതെന്താ ഓരോ ദിവസം ഓരോ ഇടത്തോട്ടാണോ നീ പോകുന്നത്? സിയാദ് 30 ഇടമേ നിന്റെ ഉമ്മയുടെ കൊതം കീറിയ കഥ പറഞ്ഞുകൊണ്ടിരിക്കുക. എങ്ങനെയാണ് എന്തുവാ ഹമുക്കും കൊതമത് പോയ നിന്റെ ഉമ്മയുടെ കൊതം പൊളിച്ചു, ഇങ്ങനെ കൊതമതിന്റെ മതം ഉണ്ടായെന്നുള്ള കഥ പറഞ്ഞുകൊണ്ടിരിക്കുക. അബ്ദുൾ ഗഫീർ PK എന്താ പന്നിവാണമേ? അഫൂർ ഗഫീർ PK മറ്റേ പന്നിവാണങ്ങളൊന്നും വിളിച്ചതൊന്നും നീ കണ്ടില്ലേ? അഫൂർ ഗഫൂർ എന്താണ് അവരുടെ പേര്? മസ്കി ഡോണ്ടുയ സ്വന്തം പ്രൊഫൈലിൽ വരിക, നമുക്ക് മറുപടി തരാം. വേദിക ഡോണ്ടു വേദിക വി വേദി. തുലുക്കന്മാർക്ക് ഫേക്ക് അക്കൗണ്ടുകളിൽ വന്ന് തെറി വിളിക്കുക എന്ന് പറയുന്നത് ഒരു സുഖമാണ്. പക്ഷെ എന്റെ അക്കൗണ്ടിൽ നടക്കില്ല, ഞാൻ ബ്ലോക്ക് ചെയ്യും. പിന്നെ കഷ്ടപ്പെട്ട് എഴുതിയ തെറിയെ പോയി കക്കൂസി പിറക്കി എടുക്കേണ്ട ഗതികേട് ഉണ്ടാക്കരുത്. അതുകൊണ്ട് ഞാൻ പറയുക, സുരാജ് KP കുറച്ച് മയത്തിൽ പറയാലോ. ആണോ? അത് പറയാനും നിനക്കൊരു ഫേക്ക് അക്കൗണ്ട് വേണ്ടി വന്നല്ലോ സുരാജ് KP. അത് പറയാനും ഒരു ഫേക്ക് അക്കൗണ്ട് വേണ്ടി വന്നല്ലോ സുരാജ് KP. ഇവിടെ വന്നാൽ കിട്ടുന്നത് മേടിച്ചിട്ട് പോയിക്കോണം. മനസ്സിലായോ? ഇവിടെ വന്നാ കിട്ടുന്നത് മേടിച്ചിട്ട് അങ്ങ് പോയിക്കോണം. എന്റെ അടുത്ത് നേരെ വാ നേരെ പോവുകയാണെങ്കിൽ ഞാനും നേരെ വാ നേരെ പോയാ. എന്നോട് റീന എന്ന് വിളിച്ചാൽ ഞാൻ അതുപോലെ തിരിച്ച് ആ വിളിയെ വിളിക്കൂ. എന്നോട് പൂറി എന്നൊരു വിളി വിളിച്ചാൽ നിന്റെ ഉമ്മാന്റെ കൊതം വരെ ഞാൻ പൊളിച്ചു വിടും. പറഞ്ഞ മനസ്സിലായോ? അല്ലാതെ നിന്നെ ഒന്നും ഞാൻ വെറുതെ വിടുമെന്നൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട. സുടുക്കൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. മൊയ്തീൻ വെള്ളിത്തോട്, അയ്യോ വളിത്തോട്. അതെന്താടാ നീ വളി വിട്ട് നടക്കുകയാണോടാ മൊയ്തീൻ വളിത്തോട്? നീ വളി വിട്ട് നടക്കുകയാണോ മൊയ്തീൻ വളിത്തോട്? എന്റെ ഉമ്മാനെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാമോ എന്നാ മൊയ്തീൻ വളിത്തോട് പറയുന്നത്. അതിനെന്താ, നിന്റെ ഉമ്മാനെ നമുക്ക് പരിചയപ്പെടുത്താമല്ലോ മൊയ്തീൻ വളിത്തോടെ. മൊയ്തീൻ സഹോദരങ്ങളെ, മൊയ്തീൻ വളിത്തോടിന്റെ ഉമ്മേനെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാൻ അവൻ ആവശ്യപ്പെടുകയാണ്. നമുക്കെന്താ, വളിവിട്ടവന്റെ ഉമ്മേനെ നമുക്ക് പരിചയപ്പെടുത്തി കൊടുത്തേക്കാം. അവന്റെ ഉമ്മേന്റെ പേരൊന്ന് പറയുമോ എന്നാ ചോദിക്കുന്നത്. ഡോണ്ട് വറിയടാ മൊയ്തീൻ വളിത്തോട്, എന്നോടല്ലേ വന്ന് ചോദിച്ചത്. നിന്റെ ആഗ്രഹം സാധിച്ചു തരാൻ ഞാൻ ഇവിടെ തന്നെയുണ്ട്. ഡോണ്ട് വറി. അപ്പൊ വളിത്തോടെ, മൊയ്തീൻ വളിത്തോടെ സഹോദരങ്ങളെ, ഇവന്റെ ഉമ്മേന്റെ പേരെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവന്റെ ഉമ്മേന്റെ പേരാണ് മൊയ്തീൻ വളിത്തോട്.
വളിവിട്ടവനാണ് മൊയ്തീൻ വളിത്തോട്. ഇവൻ്റെ ഉമ്മേൻ്റെ പേര് പൂരി എന്നാണെന്ന്. അപ്പോൾ എൻ്റെ ഉമ്മേൻ്റെ പേര് പൂരി എന്നായതുകൊണ്ട് റീന എൻ്റെ ഉമ്മേൻ്റെ പേരൊന്ന് വിളിക്കുമോ എന്നാണ് ഈ മൊയ്തീൻ വളിത്തോട് പറയുന്നത്. ഇവൻ വളിവിട്ട് നടക്കുന്നവനായതുകൊണ്ടാണ് ഇവന് വളിത്തോട് എന്ന് പേര് പറഞ്ഞത്. കണ്ടാലേ അറിയാം നീ വളിവിട്ട് നടക്കുന്നവനാണെന്ന്. അപ്പോൾ ഇതാണ് അവൻ്റെ വീടെന്നാണ് തോന്നുന്നത്, മൊയ്തീൻ വളിത്തോടിൻ്റെ. അപ്പോൾ ഉമ്മ പൂറി അവിടെ ഉണ്ടെങ്കിൽ ആ ഉമ്മ പൂറിക്ക് ഞാനൊരു ഹായ് അങ്ങ് പറഞ്ഞിട്ടുണ്ട്. മൊയ്തീൻ വളിത്തോട്, നിന്റെ ആഗ്രഹം ഞാൻ സാധിച്ചു തന്നിട്ടുണ്ട്. മനസ്സിലായോ? അതുപോലും കറക്റ്റായിട്ട് എഴുതാൻ അറിയത്തില്ല. അപ്പൊ മൊയ്തീൻ വളിത്തോടെ, നിന്റെ ഉമ്മ പൂരി മോൾക്ക് സുഖം തന്നെയല്ലേ? ഹായ്. അപ്പം മൊയ്തീൻ വളിത്തോട് വളിവിട്ടാങ്കോവിലിൽ നിന്നും മൊയ്തീൻ വളിത്തോട് പറയുകയാണ്, ഫിറോസ് ഖാൻ ഫിറോസ്. ഏയ് ഫിറോസ് ഖാൻ ഫിറോസെ, എണ്ണി ചോദിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരരുത് മോനെ. ഫിറോസ് ഖാൻ ഫിറോസ്, ഡോണ്ടിയാ. ആദ്യം നീ ഒറിജിനലാണോ എന്ന് ഞാനൊന്ന് പരിശോധിക്കട്ടെ. എന്നിട്ട് ഫിറോസ് ഖാൻ ഫിറോസിന് നമുക്ക് ബാക്കിയുള്ളത് തരാം. ഡോണ്ട് വറി. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഈ സ്ഥലത്ത് ചോദിച്ചു വാങ്ങുവിൻ. ഈ സ്ഥലത്ത് உங்களுக்கு தேவையானதை கேட்டு வாங்குவின். ഇവിടത്തിൽ உங்களுக்கு தேவையானதை. ഫിറോസ് ഖാൻ ഫിറോസിനെ ഒന്ന് ഇങ്ങോട്ട് തരൂ സഹോദരങ്ങളെ. നമുക്ക് ഫിറോസ് ഖാൻ ഫിറോസിനെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്തേക്കാം. അവന്റെ ആഗ്രഹങ്ങളെ മാനിച്ചു കൊടുത്തില്ലെങ്കിൽ അതത്ര ശരിയാകത്തില്ലല്ലോ. അതുകൊണ്ട് ഫിറോസ് ഖാൻ ഫിറോസ്, ഞാനൊരു കമന്റ് ഇട്ട്, ഇല്ലാഹിനി ഇല്ല ഇറാനിനി നാളെയും ഇല്ലാഹിനി എന്റെ തള്ളോ. ഇന്നില്ലാഹിനി ഇറാനില്ലാഹിനി നാളെയും ഇല്ലാഹിനി എന്റെ തള്ളോ. ഫിറോസ് ഖാൻ ഫിറോസ് അവന്റെ കമന്റ്, ഒരു മിനിറ്റ്, അവന്റെ കമന്റ് ഒന്നും കാണുന്നില്ല, ഞാനൊന്ന് നോക്കിയിട്ട് വരട്ടെ പോയി ഫിറോസ് ഖാൻ ഫിറോസിനെ. ഓ ഫിറോസ് ഖാൻ ഫിറോസ് ഇതാണോ? നമുക്ക് ആദ്യം ഫിറോസ് ഖാൻ ഫിറോസിനെ നമുക്കൊന്ന് പരിചയപ്പെട്ടു വരാം പ്രിയ സഹോദരങ്ങളെ. അയ്യേ, ഇതൊരു ഫേക്ക് ഐ ഡി. ഫേക്ക് ഐ ഡികൾക്ക് ഇവിടെ സ്ഥാനപ്രവേശനമില്ല. ഓക്കെ, അപ്പം ഇന്നില്ലാഹിനി ഇറാനില്ലാഹിനി നാളെയും ഇല്ലാഹിനി എന്റെ തള്ളോ. ഇന്നായിലാഹിനി ഇറാനില്ലാഹിനി നാളെയുമില്ലാഹിനി എന്റെ തള്ളോ. ഇന്നായിലാഹിനി ഇറാനില്ലാഹിനി നാളെയുമില്ലാഹിനി എന്റെ തള്ളോ. നങ്കൂരമായിറങ്ങുതേ ഇറാൻ പൊട്ടിത്തെറിക്കുതേ അമ്മാടി അത്താടി എപ്പടി നാൻ കരയുവേൻ. ഇങ്ങനെ പറയോ? കരച്ചാ മതി, ഇങ്ങനെ കരഞ്ഞാ മതിയോ മക്കൾക്ക്? ഇങ്ങനെ കരഞ്ഞാ മതിയോ? അപ്പം സഹോദരങ്ങളെ, എന്തായാലും അടിച്ചു നിൽക്കാനുള്ള കൊതമതിന്റെ ആൾക്കാരുടെ എണ്ണം കുറഞ്ഞിരിക്കുകയാണ്. അവന്മാർക്ക് മനസ്സിലായി ഇവിടെ വന്നാൽ എത്രമാത്രം അടിച്ചു നിൽക്കാൻ പറ്റും. നമ്മളോട് പൊരുതി നിൽക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. റീനയുടെ പേജിൽ വന്നു കഴിഞ്ഞാൽ ഇസ്രായേലിനോട് എങ്ങനെ ഹമാസ് തീട്ടങ്ങൾ
എന്തുവാ മണം വിട്ടതുപോലെ രാവിലെ കുറെ മിസൈൽ അയക്കും. ഇസ്രായേൽ അടിച്ച് അതിനെ മൂട്ട് തീർക്കുമ്പോഴത്തേക്കും കുറെ നേരത്തേക്ക് പിന്നെ കാണത്തില്ല. പിന്നെ 2-3 ദിവസം കഴിയുമ്പോൾ അടുത്ത കുറെ എണ്ണങ്ങൾ ഇങ്ങോട്ട് അയക്കും. അപ്പോഴും ഇസ്രായേൽ മൂട്ട് നിറച്ച് തീർക്കുമ്പോഴത്തേക്കും അതോടുകൂടി പിന്നെ കാണത്തില്ല. ആ വാണങ്ങൾ അപ്പം തന്നെ തീരും. ഇതുപോലെ എന്റെ പേജിൽ കയറി വരുമ്പോൾ ഇപ്പൊ തീർത്ത് തരാവടി എന്ന് പറഞ്ഞ് കുറെ വാണങ്ങൾ കയറി വരും. അടി കൊണ്ട് ഓടുന്ന ഓട്ടത്തോടുകൂടി പിന്നെ വാണങ്ങളുടെ കരച്ചിലും കാണത്തില്ല, ഈ പരിസരത്തും കാണത്തില്ല, ഒറ്റ ഓട്ടവാ. മനസ്സിലായോ? ഈ സ്ഥലം വിട്ട് അപ്പൊ എന്റെ പ്രിയ സഹോദരങ്ങളെ, ഏകദേശം ഇവിടെ നടന്ന സംഭവങ്ങളെല്ലാം കണ്ടല്ലോ. നമ്മുടെ മനോഹരമായ കെട്ടിടങ്ങൾ, ഞാൻ അതിന്റെ തൊട്ടടുത്തുള്ള പ്ലേസിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇപ്പോഴും ഇസ്രായേൽ അവിടെ തന്നെയുണ്ട്, ഞാൻ ടെലവീവിൽ തന്നെയാണ്. കേരളത്തിലെ മാധ്യമങ്ങൾ മുഴുവനും ഇവിടെ കരഞ്ഞ് ബഹളം വിളിക്കുകയാണ്. എന്തുവാ കേരളത്തിലെ കേരളത്തിലെ മാധ്യമങ്ങൾ മുഴുവനും കരഞ്ഞ് നിലവിളിക്കുകയാണ്. ഇസ്രായേൽ തീർന്നു, അവിടെ ഇറാൻ തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ആ പാട്ട് കൊള്ളാലോ. തരാന്ന് പറഞ്ഞിട്ട് ഹൂറിയെ തരാതിരിക്കരുതേ, തരാതിരുന്നാലോ ഞങ്ങളുടെ കൊതമ്മത്, ഞങ്ങളുടെ ആക്രാന്തം തീരൂല. നോർമലേ കൊള്ളാമല്ലേ? നോർമൽ പാരഡി പിള്ളേർ ഇറക്കി തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും ഇറക്കും മക്കളെ പാരഡികൾ. കൊള്ളാം. നോർമലിന്റെ പാരഡി എനിക്ക് ഇഷ്ടപ്പെട്ടു. തരാന്ന് പറഞ്ഞിട്ട് ഹൂറിയെ തരാതിരിക്കരുതേ, തരാതിരുന്നാലോ ഞങ്ങളുടെ ആക്രാന്തം തീരൂല. കൊതമത് ഏറിയില്ല, ഞങ്ങളുടെ തള്ളാകുമേറിയില്ല, ഹമാസും ഏറിയില്ല, ഇപ്പോൾ ഇറാനും ഏറിയില്ല. കൊതമത് ഏറിയില്ല, ഞങ്ങളുടെ തള്ളാകുമേറിയില്ല, ഹമാസും ഏറിയില്ല, ഇപ്പോൾ ഇറാനും ഏറിയില്ല. ഞങ്ങൾക്ക് തരാമെന്ന ഹൂറിയെ തരാതിരുന്നാലോ ഞങ്ങളെല്ലാരും ഇവിടെ സമരം ചെയ്യൂലേ. ഞങ്ങൾക്ക് തരാന്ന് പറഞ്ഞ ഹൂറിയെ തരാതിരുന്നാലോ ഞങ്ങളെല്ലാരും ഇവിടെ സമരം ചെയ്യൂലേ. അപ്പൊ